ഇന്നലെ വൈകുന്നേരം എല്ലാ മുന്നണികളെയും പരിപാടി നിലമ്പൂർ ടൗണിൽ ഉണ്ടായിരുന്നു. അതിൽ ഏറ്റവും കൂടുതൽ ചർച്ചയായത് അൻവറിന്റെ പരിപാടിയും അതിലുള്ള ജനപങ്കാളിത്തവുമാണ്. അപ്പോൾ അൻവറിന് ഇത്രയും ജനപങ്കാളിത്തം ഉണ്ടാവുമെന്നും ബാക്കിയുള്ളവർ വിചാരിച്ചിരുന്ന ശരിക്കും? അല്ല, അങ്ങനെ വിചാരിച്ചിരുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് അവരുടെ മുഖത്തൊക്കെ തന്നെ വലിയ നടുക്കമുണ്ടായത്. പക്ഷേ അൻവറിന്റെ ഈ ജനപങ്കാളിത്തവും ഈ പ്രശ്നങ്ങളും ഒക്കെ തന്നെ VD സതീശനെ പോലെയുള്ള ആളുകൾ നേരത്തെ തന്നെ കണ്ടിരുന്നു എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം അല്ലെങ്കിൽ ഏതാണ്ട് ഒരു 3000-4000 വരുന്ന വോട്ടുകൾ മാത്രമുള്ള ജമാഅത്തെ ഇസ്ലാമിയുമായിട്ട് ചേർന്ന് ഒരു സഖ്യമുണ്ടാക്കുകയോ അല്ലെങ്കിൽ അതിന്റെ വോട്ടുകൾ മേടിക്കാൻ തീരുമാനിക്കുകയോ ചെയ്യേണ്ട ആവശ്യം ഇല്ല. അപ്പൊ അത് ഇവര് മുൻകൂട്ടി കണ്ടിരുന്നു എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പിന്നെ എല്ലാ കാലത്തും PV അൻവർ നടത്തിയിട്ടുള്ളത് ഡിഫറൻ്റ് ആയിട്ടുള്ള സ്ട്രാറ്റജികളാണ്. ഇപ്പൊ കഴിഞ്ഞ തവണ തന്നെ അദ്ദേഹം ജയിക്കുമ്പോൾ വല്ല ചെറിയ ഭൂരിപക്ഷത്തിനാണ് ജയിച്ചത് എന്നൊക്കെ നമ്മൾ പറയുമ്പോൾ പോലും ഷിബിലി മനസ്സിലാക്കേണ്ടത് വളരെ കുറഞ്ഞ സമയത്ത് മാത്രമേ അദ്ദേഹം പ്രചരണം നടത്തിയിട്ടുള്ളൂ. കാരണം അദ്ദേഹം CRL ലിയോണയിലായിരുന്നു. അവിടെ നിന്ന് തിരിച്ച് എയർപോർട്ടിൽ വരുന്നതിന് ഇവിടെ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച് ഏതാണ്ട് നോമിനേഷൻ കൊടുക്കുന്നതിന് തൊട്ട് മുമ്പത്തെ ദിവസമാണ്. മനസ്സിലായി? അപ്പൊ അങ്ങനെ ഏറ്റവും ഒടുവിൽ നോമിനേഷൻ കൊടുക്കുകയും പിന്നെ തെരഞ്ഞെടുപ്പിൽ ജയിക്കുകയും ചെയ്തിട്ടുള്ള ഒരാളാണ്. അപ്പൊ അത്തരത്തിൽ PV അൻവറിനെ ഇവർ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തു എന്നുള്ളതാണ് ഞാൻ വിചാരിക്കുന്ന ഒരു കാര്യം. രണ്ട് കാര്യങ്ങൾ സംഭവിച്ചു. ഒന്ന്, PV അൻവറിനെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തു കോൺഗ്രസും UDF ഒക്കെ. രണ്ടാമത്തത്, തൃണമൂൽ കോൺഗ്രസ് എന്ന് പറയുന്ന ഒരു പാർട്ടിയും അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തു. അതെ. ഈ നമ്മളിപ്പോ എന്തൊക്കെ തന്നെ വാചാടോപങ്ങൾ ഇവിടെ നടത്തിയാലും തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുക എന്ന് പറയുന്നത് വലിയ തോതിൽ പണച്ചെലവുള്ള ഒരു കാര്യമാണ്. ഈ പണച്ചെലവുള്ള കാര്യത്തിൽ ഷിബിലി മനസ്സിലാക്കേണ്ടത് കോൺഗ്രസോ അല്ലെങ്കിൽ BJPയോടൊക്കെ കെട്ടപിടിക്കാനോ ഒരുപക്ഷെ അതിനേക്കാൾ കവച്ചു വെക്കാനോ കഴിയുന്ന ഒരു പാർട്ടിയാണ് തൃണമൂൽ കോൺഗ്രസ് എന്ന് പറയുന്നത്. കാരണം ഇലക്ട്രൽ ബോണ്ട് വഴി പണം കിട്ടിയതിൽ ഏതാണ്ട് രണ്ടാമത്തെ പാർട്ടിയാണ്. അതായത് കോൺഗ്രസിനെയും കവച്ചു വെച്ചുള്ള രണ്ടാമത്തെ പാർട്ടിയാണ് തൃണമൂൽ കോൺഗ്രസിന് മമതാ ബാനർജി. പിന്നെ അവരുടെ ആൾബലവും ചെറുതല്ല. ഇപ്പൊ 37-38% വനിതകൾ പാർലമെന്റ് മെമ്പർമാരായിട്ടുള്ളത് അവരുടെ പാർട്ടിയിൽ നിന്നാണ്. അത് തന്നെ ഒരു ഇന്ത്യ മുഴുവൻ ഒരു വലിയ പ്രതിപക്ഷമായി മാറാൻ കഴിഞ്ഞിട്ടുള്ളത് മഹോവ മൊയ്ത്രയെ പോലെയുള്ള ആളുകൾക്കാണ്. അപ്പൊ അത്തരത്തിൽ ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പോലും അവർക്ക് വലിയ തോതിൽ നേട്ടമുണ്ടാവില്ല എന്നാണ് നമ്മളെല്ലാവരും വിചാരിച്ചിരുന്നത് പശ്ചിമ ബംഗാളിൽ. പക്ഷെ എന്നിട്ട് പോലും അവർക്ക് വലിയ തോതിൽ അവിടെ നേട്ടമുണ്ടാക്കാൻ കഴിഞ്ഞു. BJP അവിടെ ക്ലച്ച് പിടിക്കാൻ കഴിഞ്ഞില്ല. അപ്പൊ അത്തരത്തിൽ ഒരു പല്ലിന് പല്ല് എന്ന് പറയുന്ന പോലെ BJPയോട് ഫൈറ്റ് ചെയ്യാൻ കഴിയുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ കോൺഗ്രസും കേരളത്തിലെ CPM ഒക്കെ ഒന്നുമല്ല എന്നുള്ളത് ഷിബിലി അവർ മനസ്സിലാക്കണം. അപ്പൊ അതാണ് അതിൽ പറ്റിയിട്ടുള്ള ഒരു കാര്യം. പിന്നെ ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ ഇപ്പോ ഞാൻ മനസ്സിലാക്കുന്ന പ്രകാരം ഏതാണ്ട് 236 ബൂത്തുകളിൽ, ആകെയുള്ള ബൂത്തുകൾ ഷിബിലിക്ക് അറിയാലോ, 263 ബൂത്തുകളാണ്. അതിൽ ഏതാണ്ട് 230 ബൂത്തുകളിലടക്കം ഈ പറയുന്ന അവർക്ക് ബൂത്ത് കമ്മിറ്റികൾ ഉണ്ടായി കഴിഞ്ഞു PV അൻവർ. മനസ്സിലായോ? അപ്പൊ ആ ബൂത്ത് കമ്മിറ്റികൾ ഉണ്ടാവുക, മാക്രോ ലെവലിൽ ഇത്തരത്തിലുള്ള വലിയ പ്രചരണ ഘോഷയാത്രകൾ സംഘടിപ്പിക്കുക എന്ന് പറയുന്ന രണ്ട് പ്രവർത്തനങ്ങളും പുള്ളി ആക്സലറേറ്റ് ചെയ്തു. ഇപ്പൊ ഇത്രയും ദിവസം തന്നെ സാധാരണ ജീപ്പിന്റെ മുകളിൽ കയറി നിന്നിട്ട് ആര്യ ഷൗക്കത്തോ അല്ലെങ്കിൽ എം സ്വരാജൊക്കെ ചെയ്യുന്ന ഒരു സാധാരണ ആക്ടിവിറ്റി PV അൻവർ ചെയ്തിട്ടില്ല. പക്ഷെ ഞാൻ പറയുന്നത് ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൽ PV അൻവറിന്റെ ഈ തന്ത്രങ്ങളെല്ലാം തന്നെ വലിയ തോതിൽ ഫലിക്കുന്ന ഒരു കാഴ്ചയാണ് കണ്ടിട്ടുള്ളത്. ഇപ്പൊ നമ്മൾ രണ്ട് മുന്നണികളുടെ ആളുകളുമായിട്ട് ബന്ധപ്പെട്ട് ചോദിക്കുമ്പോൾ അവരൊരു 20,000-25,000 വോട്ടൊക്കെ, അല്ലെങ്കിൽ നേരത്തെ അവർ വെറുതെ പറഞ്ഞുകൊണ്ടിരുന്നത് 10,000 വോട്ട് പിടിക്കില്ല എന്നാണ്. മനസ്സിലായി? 3,000-5,000 എന്നൊക്കെ പറഞ്ഞിരുന്ന സ്ഥലത്ത് നിന്ന് ഇപ്പൊ അവര് തന്നെ 20,000-25,000 വോട്ടുകൾ പിടിക്കാമെന്ന് പറഞ്ഞാൽ വളരെ കൃത്യമാണ്. ഇവിടെ ഒരു 3 പേര് തമ്മിലുള്ള ടൈറ്റ് ആയിട്ടുള്ള ഒരു കോമ്പറ്റീഷൻ ഒരുങ്ങിയിരിക്കുന്നു. ആകെ ഇതിൽ നഷ്ടം സംഭവിച്ചിട്ടുള്ളത് BJPക്ക് മാത്രമാണ്. BJP കളത്തിൽ ഇല്ല. ഗോദയിൽ BJP ഇല്ല. ഗോദയിലുള്ളത് യഥാർത്ഥത്തിൽ ഈ 3 പേരുമാണ്. ആ 3 പേരിൽ തന്നെ PV അൻവർ ഒരൊറ്റ ചാട്ടത്തിന് ഈ വലിയ തോതിലുള്ള മുന്നേറ്റം അദ്ദേഹം ഉണ്ടാക്കിയിരിക്കുന്നു എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. പിന്നെ ഷിബിലിക്ക് അറിയാലോ, കോൺഗ്രസ് അവസാന നിമിഷങ്ങളിൽ കാണിക്കുന്ന മണ്ടത്തരങ്ങളുടെ ഒരു ഘോഷയാത്രയുണ്ട്. ആ ഘോഷയാത്ര തീർച്ചയായിട്ടും ആ വോട്ടുകളെയും കോൺഗ്രസിന് സാധാരണ കിട്ടാവുന്ന വോട്ടുകളെയും ഒക്കെ തന്നെ വലിയ തോതിൽ പ്രശ്നത്തിലാക്കിയിട്ടുണ്ട്. ഈ സർ പറഞ്ഞു കോൺഗ്രസിന്റെ മണ്ടത്തരങ്ങളോ ഘോഷയാത്രയാണ്, അത് എത്രത്തോളം ആയിരിക്കും കോൺഗ്രസിനെ ബാധിക്കാൻ പോകുന്നത്? ഇതില് കോൺഗ്രസ് ആദ്യം ഒരു റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു നിലപാടുകളിലേക്ക് വരണമായിരുന്നു. ഒന്ന്, PV അൻവർ കൂടെ നിന്നിരുന്നെങ്കിൽ 25,000 വോട്ടിൽ കൂടുതൽ ഭൂരിപക്ഷത്തിന് ജയിക്കുമായിരുന്നു. ആ കാര്യത്തിൽ സംശയമൊന്നുമില്ല. കാരണം അത് K മുരളീധരൻ പോലും കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. K മുരളീധരൻ പറയുന്നത് ശരിക്കും വിജയ് ഒരു സിനിമ പറയുന്ന പോലെയാണ്. നിങ്ങളിൽ പകുതി പേർ മണ്ടന്മാരാണ് എന്ന് പറയുമ്പോഴേക്കും ആളുകളൊക്കെ കൂടെ വെച്ചെടുക്കുന്നുണ്ട്. അപ്പൊ വിജയ് പറയുന്നുണ്ട് നിങ്ങൾ പകുതി പേർ ബുദ്ധിശാലികളാണെന്ന് പറയുന്നുണ്ട്. ഓക്കെ, അപ്പൊ ബുദ്ധിശാലികളാണെന്ന് പറയുമ്പോൾ രണ്ട് സെയിം തന്നെ. പകുതി പേര് ബുദ്ധിശാലികൾ, പകുതി പേര് മണ്ടന്മാരാണെന്നാണ്. ഇപ്പൊ എന്താണ് K മുരളീധരൻ പറഞ്ഞതിന്റെ അർത്ഥം? K മുരളീധരൻ പറയുന്നത് ഇവിടെ PV അൻവർ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ 25,000 വോട്ടിന് ജയിച്ചേനെ എന്ന് പറഞ്ഞാൽ ഒരു കാര്യം കൃത്യമാണല്ലോ. ഇപ്പൊ PV അൻവർ കൂടെ ഇല്ല, അപ്പൊ 25,000 വോട്ടിന് ജയിക്കില്ല. അപ്പൊ
പിന്നെ എത്ര വോട്ടിന് ജയിക്കും എന്നുള്ളതാണ്. പിന്നെ എത്ര വോട്ടിന് ജയിക്കും എന്ന് പറഞ്ഞാൽ 10,000 വോട്ടിന് ജയിക്കുന്നതാണ്. ഈ 10,000 വോട്ടിന് ജയിക്കും എന്ന് പറയുമ്പോൾ ഷിബിലി വലിയൊരു പ്രശ്നമുണ്ട്. ആര്യാടൻ ഷൗക്കത്ത് 2011 പിടിച്ചേക്കണ വോട്ട് ഇവിടെ എത്രയാണെന്നറിയാമോ? അത് 66,331 വോട്ടാണ്. അതായത് ഷിബിലിക്ക് അറിയാം 48.6% വോട്ട് പിടിച്ചിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പാണത്. അതായത് വലിയ തോതിൽ ഈ പറയുന്ന UDF-ന് അനുകൂലമായിട്ടുള്ളൊരു തരംഗം നിൽക്കുമ്പോഴാണ് ആര്യാടൻ മുഹമ്മദ് പിടിച്ചിട്ടുള്ള വോട്ടാണ്. അപ്പൊ ആര്യാടൻ മുഹമ്മദിനെ പോലെ അധികാരനായ ഒരാൾ പിടിച്ച ഏറ്റവും കൂടുതൽ വോട്ടതാണെന്ന് നമ്മൾ മനസ്സിലാക്കണം കോൺഗ്രസിന്. ഇനി 2016 വരുമ്പോൾ ആര്യാടൻ ഷൗക്കത്താണ് ഇവിടെ മത്സരിക്കുന്നത്. ആര്യാടൻ ഷൗക്കത്ത് പിടിച്ച വോട്ട് എത്രയാണെന്ന് ഷിബിലിക്ക് അറിയാം. അതായത് 66,354 വോട്ടാണ്. എന്ന് പറഞ്ഞാൽ കൃത്യം പറഞ്ഞാൽ അതായത് പണ്ട് 2011 ആര്യാടൻ മുഹമ്മദ് പിടിച്ചതിനേക്കാൾ കേവലം 23 വോട്ടുകൾ വർദ്ധിപ്പിക്കാൻ മാത്രമേ ആര്യാടൻ ഷൗക്കത്തിന് കഴിഞ്ഞിട്ടുള്ളൂ. പക്ഷെ അപ്പം ആ 23 വോട്ടുകൾ വർദ്ധിച്ചപ്പോഴും കോൺഗ്രസിന്റെ പെർസെന്റേജ് എത്രയാണെന്നറിയോ? 48.6 നിന്ന് കോൺഗ്രസിന്റെ പെർസെന്റേജ് 41.2 ആയി. അതേസമയം LDF-ന്റെ പെർസെന്റേജ് എത്രയാണെന്നറിയോ? LDF-ന്റെ പെർസെന്റേജ് 77,859 വോട്ടുകളാണ് കിട്ടിയേക്കണ. പെർസെന്റേജ് 48.3 ആണ്. ഇനി ഷിബിലിയോട് ഞാൻ മറ്റൊരു കണക്ക് പറയാം. LDF തോറ്റ സമയത്ത്, അതായത് 2011 ആര്യാടൻ മുഹമ്മദിനോട് തോക്കുന്ന സമയത്ത് അവർക്ക് കിട്ടിയേക്കണ വോട്ട് പറയുന്നില്ല, പെർസെന്റേജ് എന്ന് പറയുന്നത് 44.5% എന്ന് പറഞ്ഞാൽ 60,000-ലധികം വോട്ട് അവർക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി തൊട്ടടുത്ത സമയത്ത് 2016 എത്തുമ്പോൾ അവരുടെ വോട്ട് പെർസെന്റേജ് എന്ന് പറയുന്നത് 48.3 ആണ്. കാരണം അന്നേരം PV അൻവർ കൂടെ നിന്ന് ജയിച്ചിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പാണ്. 2021 വരുമ്പോൾ അവരുടെ വോട്ട് പെർസെന്റേജ് 46.9 ആണ്. അപ്പോഴും 81,227 എന്ന് പറഞ്ഞാൽ LDF-ന്റെ വോട്ട് ശതമാനത്തിൽ 2% ഏകദേശം കുറയാണ് ചെയ്തിട്ടുള്ളത് 2016 2021 വന്നപ്പോൾ. പക്ഷെ വോട്ടുകൾ കൂടി. അപ്പൊ ഞാൻ പറഞ്ഞത്, ഇതിൽ വലിയ തോതിൽ ഈ പറയുന്ന കഴിഞ്ഞ 2011 മുതലുള്ള ഇത്രയും വലിയ തെരഞ്ഞെടുപ്പ് എടുത്തു വെച്ചാലുള്ള ഏറ്റവും വലിയ ചരിത്രം അസംബ്ലി തെരഞ്ഞെടുപ്പ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പലപ്പോഴും വലിയ തോതിലുള്ള തകർച്ച LDF-ന് നേരിടേണ്ടി വന്നിട്ടുണ്ട്. കഴിഞ്ഞ തവണ തന്നെ അവർക്ക് കിട്ടിയത് 29,000-ഓളം വരുന്ന വോട്ടുകളാണ് അവർക്കാകെ കിട്ടിയത്. കൃത്യമായി പറഞ്ഞാൽ 29,911 വോട്ടുകളാണ്. 21.3%. അതിനു മുമ്പ് രാഹുൽ ഗാന്ധി മത്സരിക്കുമ്പോൾ കിട്ടിയത് 26%. അതുകൊണ്ട് ലോക്സഭയിൽ നമ്മൾ നോക്കണ്ട. പക്ഷെ നിയമസഭകളിൽ നമ്മൾ നോക്കിയാൽ 2011 മുതൽ 44.5%-ലധികം താഴേക്ക് വോട്ടുകൾ പോയിട്ടില്ല. അപ്പൊ അങ്ങനെ പോകാതിരിക്കുമ്പോൾ സംഭവിക്കാൻ പോകുന്ന ഒരു കാര്യം എന്താണ്? ഇനിയിപ്പോ LDF-ന്റെ ഒരു ബേസ് വോട്ട് നമ്മളൊരു 60,000 ആണെന്ന് എടുത്താൽ പോലും തീർച്ചയായിട്ടും ബാക്കി ഈ പറയുന്ന കോൺഗ്രസിന് കിട്ടാമായിരുന്ന വോട്ടുകളിൽ വലിയ തോതിലുള്ള ഭിന്നിപ്പ് ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും എനിക്ക് ഇല്ല. കാരണം അത് ഈ മതപരമായിട്ടുള്ള സപ്പോർട്ട് പോലും ഷൗക്കത്തിന് 100% കുറവായിരിക്കും. മനസ്സിലായത്? VD സതീശനൊക്കെ വിചാരിക്കുന്ന പോലെ ജമാഅത്തെ ഇസ്ലാമിക്കാർ പോലും 3,000-4,000 വോട്ടുണ്ട്, ഞാൻ 4,000 വോട്ട് പോലും ഷൗക്കത്തിന് ചെയ്യുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ഇനി ഷൗക്കത്തിന് ചെയ്യുമ്പോഴുള്ള പ്രശ്നം എന്താണെന്നറിയോ ഷിബിലി? അടുത്തത് തൊട്ടപ്പുറത്ത് നിൽക്കുന്ന ഹിന്ദു മതവിഭാഗത്തിലെയും ക്രിസ്ത്യൻ മതവിഭാഗത്തിലെയും വലിയ തോതിൽ വിള്ളൽ ഉണ്ടാവുകയും ആ വോട്ടുകൾ ആർക്ക് പോവുകയും ചെയ്യും? സ്വരാജിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. അല്ലെങ്കിൽ ആ വോട്ടുകൾ ഇപ്പൊ സ്വരാജിലേക്ക് പോകുന്ന ഞാൻ പറയുന്നില്ല, ചിലപ്പോൾ അത് PV അൻവറിലേക്കും എന്ത് ചെയ്യാം പോകാം. ഒരു വലിയ ശതമാനം PV അൻവറിലേക്ക് പോകാനാണ് സാധ്യത. കാരണം ബിഷപ്പിന്റെയും മെത്രാന്റെയും എല്ലാവരുടെയും പിന്തുണയോടുകൂടി മലയോര ജാഥ നടത്തിയതും അവർക്ക് വേണ്ടി ഇത്രയും കാലം സംസാരിച്ചതും PV അൻവർ. അപ്പൊ അവരിൽ നിന്ന് ഈ അസംതൃപ്തരായിട്ടുള്ള വോട്ടുകൾ തീർച്ചയായിട്ടും സ്വരാജിലേക്കും ഇതിലേക്ക് സ്പ്ലിറ്റായി ഹിന്ദു മതവിഭാഗത്തിലെ നിരവധി വോട്ടുകൾ BJPക്ക് ഇത്തവണ ഇവിടെ വോട്ട് കുറയും. ആ വോട്ടുകൾ തീർച്ചയായിട്ടും കുറച്ച് സ്വരാജിന് BJP 4ാം സ്ഥാനത്തേക്ക് പോകാൻ സാധ്യതയാണ്. BJP 4ാം സ്ഥാനത്താണെന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. പക്ഷെ എന്റെ ബലമായ പ്രശ്നം ഷിബിലി അറിയേണ്ടത്, ഹിന്ദു വോട്ടുകളിൽ ഏതാണ്ട് പകുതിയായി സ്പ്ലിറ്റ് ചെയ്ത് പോകുന്നതിൽ, അല്ലെങ്കിൽ ഈ പറയുന്ന 3 പേരിലേക്കുമായി സ്പ്ലിറ്റ് ചെയ്ത് പോകുന്നതിൽ ഹിന്ദു വോട്ടുകൾ മഹാഭൂരിപക്ഷവും തന്നെ സ്പ്ലിറ്റ് ചെയ്ത് പോകാൻ സാധ്യത പകുതിയായിട്ടാണ്. എന്ന് പറഞ്ഞാൽ കോൺഗ്രസിലേക്കും അതുപോലെ തന്നെ CPM-ലേക്കും പോകും. അതിൽ ഇത്തവണ CPM-ലേക്ക് കുറച്ചുകൂടി കൂടുതൽ പോകുന്നതാണ് ഞാൻ തൃപ്പൂണിത്തറയിലും സ്വരാജ് മത്സരിച്ചപ്പോ സ്വരാജിന് അടിപതരാണ് ഉണ്ടായത്. തൃപ്പൂണിത്തറയിൽ സ്വരാജ് മത്സരിച്ചപ്പോൾ സ്വരാജ് തോറ്റത് എത്ര വോട്ടിനാണ് ഷിബിലിക്ക് അറിയും? ചെറിയ വോട്ട്, 1000 താഴെ വോട്ടിനാണ് ഷിബിലി തോറ്റത്. ഇനി തോക്കുമ്പോഴുള്ള സിറ്റുവേഷൻ എന്താണെന്നറിയോ അവിടെ? എന്താണ്? അതൊക്കെ നമ്മൾ വെറുതെ അങ്ങനെ പറയണേ സ്വരാജ് അവിടെ തോറ്റു എന്നുള്ളത്. 2016 അവിടെ സ്വരാജ് ജയിക്കാനുള്ള കാരണം K ബാബുവിനെതിരെ വലിയ തോതിൽ ബാർക്കോഴ അഴിമതി അടക്കമുള്ള നിരവധി ആരോപണങ്ങൾ ഉണ്ടായിരുന്നു. എന്റെ മണ്ഡലമാണത്, എനിക്ക് കൃത്യമായിട്ട് അറിയാം. ബാബു ചേട്ടൻ എന്ന് പറഞ്ഞൊരു പ്രത്യേകതയുണ്ട്. ഇപ്പൊ ഇന്ന് ഷിബിലിനെ കണ്ടിട്ടുണ്ടെങ്കിൽ പുള്ളി 8 കൊല്ലം കഴിഞ്ഞ് കണ്ടാൽ പോലും ഷിബിലിനെ തിരിച്ചറിയുകയും ഷിബിലിനോട് പേരെടുത്ത് വിളിച്ച് സംസാരിക്കുകയും ചെയ്യും. മനസ്സിലായി? ഞാൻ തന്നെ വളരെ ചെറുതിൽ എന്റെ ചേട്ടൻ്റെ കല്യാണത്തിന് വന്നതിന് ശേഷം ഞാൻ 2 കൊല്ലം കഴിഞ്ഞ് പുള്ളിയെ കാണുമ്പോൾ പുള്ളി എന്നോട് ചോദിച്ചു, ബാബുചേട്ടൻ ഞാൻ ഇന്ന ആളാണ്, ഇന്ന വീട്ടിലാണെന്ന് പറഞ്ഞപ്പോൾ ബാബുചേട്ടനോട് തിരിച്ചു ചോദിക്കണ, അതെന്താണ് അങ്ങനെ ചോദിക്കണ? ഞാൻ താങ്കളുടെ ചേട്ടൻ്റെ കല്യാണത്തിന് വന്നതല്ലേ എന്നാണ്.
നമ്മൾ തമ്മിൽ സംസാരിച്ച ഓർമ്മയില്ലെന്നാണ്. അപ്പൊ അങ്ങനെ കല്യാണം പുള്ളിയുടെ മണ്ഡലവും വ്യത്യാസം ഉണ്ടായി. മണ്ഡലം തൃപ്പൂണിത്തുറ മുതൽ ചേരാലൂർ വരെയുള്ള മണ്ഡലമായിരുന്നു. എന്ന് പറഞ്ഞാൽ ആ മണ്ഡലത്തിൽ നിന്ന് മജോറിറ്റി ഭാഗം, അതായത് കോൺഗ്രസിന് വലിയ മുൻതൂക്കമുള്ള ഭാഗമാണ് തൃക്കാക്കരയായി വിഭജിക്കപ്പെട്ടത്. അപ്പൊ തൃക്കാക്കരയായി വിഭജിക്കപ്പെട്ടപ്പോൾ കേവാവൂര് സത്യത്തിൽ തൃക്കാക്കര മത്സരിക്കാനായിരുന്നു താല്പര്യം. മനസ്സിലായേ? അപ്പൊ തൃക്കാക്കര എന്ന് പറഞ്ഞാൽ കോൺഗ്രസിന്റെ സോൾഡ് ആയിട്ടുള്ള ഒരു മണ്ഡലം ആണ്. പിന്നെ ബാർക്കോഴ അടക്കമുള്ള ചില വിവാദങ്ങൾ ഉണ്ടായപ്പോൾ വലിയ തോതിൽ അദ്ദേഹത്തിന്റെ ഒരു ഇമേജ് മങ്ങിയപ്പോഴാണ്. പിന്നെ മന്ത്രിയായിരിക്കുമ്പോൾ മറ്റൊരു പ്രശ്നം കൂടി സംഭവിച്ചിട്ടുണ്ട്. അദ്ദേഹം എല്ലാ കല്യാണ വീടും എല്ലാ മരണ വീടുകളും പോകാൻ കഴിഞ്ഞിട്ടില്ല. അപ്പൊ അങ്ങനെ കഴിയാതിരുന്നതിന്റെയൊക്കെ പശ്ചാത്തലത്തിലാണ് അന്ന് എം സ്വരാജ് അവിടെ നിന്ന് ജയിക്കുന്നത്. പിന്നെ എം സ്വരാജ് ജയിക്കുന്നതിന് മറ്റൊരു കാര്യം കൂടിയുണ്ട്. അന്ന് അവിടെയുള്ള നമ്മുടെ ഈ എം സ്വരാജ് തോക്കുന്ന സമയത്ത് അവിടെ കെ രാധാകൃഷ്ണനാണ് മത്സരിക്കുന്നത്. അതിന് തൊട്ടു മുമ്പ് ബി ജെ പിയുടെ സ്ഥാനാർത്ഥി കെ രാധാകൃഷ്ണൻ അല്ല, അത് സോറി, കെ രാധാകൃഷ്ണൻ CPM-ന്റെ ആണ്. ഞാൻ പറഞ്ഞ രാധാകൃഷ്ണൻ മാഷാണ് സംസാരിക്കുന്നത്. സംസ്കൃത സർവകലാശാല VC ആയിരുന്ന, പിന്നീട് PSC ചെയർമാനായിരുന്ന, PSC ചെയർമാനൊക്കെ പുള്ളി കോൺഗ്രസിന്റെ കൂടുതലായത്. പക്ഷെ അതിനുശേഷം പുള്ളി BJP-യിലേക്ക് മാറി. അദ്ദേഹം മത്സരിക്കുമ്പോഴാണ് തോക്കുന്നത്. ആര് തോക്കുന്നത്? ഈ പറയുന്ന എം സ്വരാജ് തോക്കുന്നത്. പക്ഷെ ആ സമയത്ത് അതിന് തൊട്ടു മുമ്പത്തെ തവണ തുറവൂർ വിശ്വംഭരൻ എന്ന് പറഞ്ഞൊരു മാഷാണ് അവിടെ തൃപ്പൂണിത്തുറയിൽ BJP-ക്ക് വേണ്ടി മത്സരിച്ച് അദ്ദേഹം വലിയ തോതിൽ വോട്ട് പിടിച്ചു. ആ വോട്ടുകൾ കെ ബാബുവിന്റെ കൂടി വോട്ടുകൾ പിടിച്ചുകൊണ്ടാണ് സ്വരാജ് അന്ന് ജയിക്കുന്നത്. മനസ്സിലായോ? പക്ഷെ അതിനുശേഷം സ്വരാജ് വന്നതിന് ശേഷം അവിടെ വലിയ തോതിൽ ഡെവലപ്മെന്റ് ഉണ്ടായി. അതും വലിയ കാര്യമാണ്. മനസ്സിലായി? മിനി ബൈപ്പാസ് അടക്കം നിരവധി ടോളുകൾ നിർത്തലാക്കി. ഓക്കെ, ഞാനത് നിരന്തരമായി യാത്ര ചെയ്തുകൊണ്ടിരുന്ന ഒരാളാണ്. വലിയ വ്യത്യാസം ഉണ്ടായി. പക്ഷെ ഒറ്റ കാര്യമുള്ളൂ, കെ ബാബു സ്ഥലങ്ങളിൽ പോകുന്ന പോലെ ഒരിക്കലും മരിച്ച വീട്ടിലും കല്യാണ വീട്ടിലൊന്നും സ്വരാജ് പോയില്ല. പിന്നെ സ്വരാജിനെ വിളിച്ചാൽ കിട്ടുന്നില്ലെന്നുള്ള പരാതി ലോക്കൽ കമ്മിറ്റി മെമ്പർമാരടക്കം ബ്രാഞ്ച് സെക്രട്ടറിമാരടക്കം എല്ലാവർക്കും ഉണ്ടായി. സ്വരാജ് ഫോൺ എടുക്കില്ല, PAയും ഫോൺ എടുക്കില്ല, ആരും ഫോൺ എടുക്കില്ല എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. പക്ഷെ സ്വരാജ് അതിഗംഭീരമായി പ്രവർത്തിച്ച ഒരാളാണ് തൃപ്പൂണിത്തുറയിൽ. മനസ്സിലായി? അപ്പൊ അതുകൊണ്ട് നിങ്ങൾക്ക് സത്യത്തിൽ നമ്മുടെ ജനത്തിനൊക്കെ മനസ്സിലാക്കേണ്ടതാണ്, കല്യാണ വീട്ടിലും മരണ വീട്ടിലും വന്ന് പോയാൽ പോരാ, പകരം എന്ത് ചെയ്യണം? പണിയെടുക്കും. പക്ഷേ കെ ബാബുവിനെ സംബന്ധിച്ച് നമുക്ക് അദ്ദേഹത്തോട് വലിയ തോതിൽ ഇഷ്ടം തോന്നുന്നു. എനിക്കിപ്പോഴും ഇഷ്ടമുള്ള ഒരാളാണ്. അദ്ദേഹത്തിന്റെ വീട്ടിൽ നമ്മൾ ചെന്നാലോ ഇനിയിപ്പോൾ അദ്ദേഹത്തിന് PA വേറെ മറ്റേതെങ്കിലും ആരെങ്കിലും നടക്കൂല എന്ന് പറയുന്ന കാര്യമാണെങ്കിൽ അദ്ദേഹം അത് നടത്തിയെടുത്തിട്ട് ഇനി എനിക്ക് കൃത്യമായിട്ട് അറിയാത്തൊരു കാര്യമുണ്ട്. അദ്ദേഹം കളക്ടറേറ്റിൽ വന്നിരിക്കുകയും ഏതാണ്ട് 10, 150, 200 ഫോൺ നമ്പർ കേട്ട് വരികയും അവിടെ ഇരുന്ന് എല്ലാവരെയും തന്നെ വിളിക്കുകയും ചെയ്യുന്ന ഒരാളാണ് കെ ബാബു എന്ന് പറയുന്നത്. അപ്പൊ അത്തരത്തിലുള്ള ഒരുപാട് ഗുണത്തിന്റെ പുറത്താണ് അദ്ദേഹം വീണ്ടും 2016 ഒരു തോൽവി ഉണ്ടായത്. ഇപ്പൊ കുഞ്ഞാലിക്കുട്ടിക്കൊക്കെ മറ്റേ കേസിൽ ഒരു തോൽവി ഉണ്ടായല്ലോ. അപ്പൊ പക്ഷെ അതിനുശേഷം 5 കൊല്ലം കഴിയുമ്പോൾ അതേ സ്റ്റാൻഡ് ജനത്തിന് ഉണ്ടാവില്ല. അങ്ങനെ തിരിച്ചു വരികയാണ് ചെയ്തത്. അതുകൊണ്ട് അവിടെ തോറ്റല്ലോ എന്നുള്ളതൊന്നും വലിയ പ്രധാനപ്പെട്ട കാര്യം അല്ല. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഷൗക്കത്ത് എത്ര തവണ തോറ്റി? ഷൗക്കത്ത് തോറ്റല്ലോ. ഷൗക്കത്ത് സ്വന്തം ഫാദർ 34 കൊല്ലം ഭരിച്ചിട്ടുള്ള ഒരു മണ്ഡലത്തിൽ ഷൗക്കത്ത് സിമ്പിളായി തോറ്റുപോയി. ആരോട് തോറ്റുപോയി? PV അൻവറിനോട് തോറ്റി. ഇനി അത് കഴിഞ്ഞിട്ട് ഇവിടെ VV പ്രകാശ് വന്ന് മത്സരിക്കുമ്പോൾ എന്താ സംഭവിച്ചേക്കണ? VV പ്രകാശ് 77,000 വന്ന് വോട്ട് പിടിച്ചു. അതായത് 12% വോട്ട് കോൺഗ്രസിന്റെ കൂട്ടി. ആ കൂട്ടി വോട്ട് പോലും നിലനിർത്താൻ എനിക്ക് തോന്നുന്നില്ല ഇത്തവണ ഷൗക്കത്തിന് കഴിയുമെന്ന് തോന്നുന്നില്ല. അതിന്റെ പ്രധാനപ്പെട്ട കാരണം നേരത്തെ പറഞ്ഞ ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണ അത് UDF-ന് വലിയ തോതിൽ ഈ മണ്ഡലത്തിൽ ദോഷം ചെയ്യും. മലപ്പുറം പോലെ 70% മുസ്ലിംസ് ഉള്ള ഒരു മണ്ഡലം അല്ല ഇത് ഈ മുസ്ലിംസ് ഉള്ള മണ്ഡലമാണെങ്കിൽ തന്നെ അതിലുള്ള ഈ പറഞ്ഞ കാന്തപുരം അബൂബക്കർ മുസ്ലിയാറിന്റെ വിഭാഗം അവരുറപ്പായിട്ടും ഇവർക്ക് വോട്ടിയില്ല. അതിപ്പോ കൃത്യമായി വെളിപ്പെടുത്തി കഴിഞ്ഞു. ഇനി മുജാഹിദീൻ വോട്ടുകൾ ഏതാണ്ട് 15,000-നും 20,000-നും വോട്ടുകളുണ്ട് ഇവിടെ. ആ വോട്ടുകൾ ഉറപ്പായിട്ടും ഇദ്ദേഹത്തിന് കിട്ടാനൊരു വഴി ഇല്ല, ഷൗക്കത്ത് കിട്ടാൻ വഴിയില്ല. ഇനി ആകെയുള്ളൊരു വിഷയം എന്താണെന്ന് അറിയാമോ ശിവലി? ആകെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത് EK സുന്നി വിഭാഗമുണ്ട്. അവരാണ് ഇവിടെ പ്രബല വിഭാഗം. അവർക്കാണ് ഏറ്റവും കൂടുതൽ വോട്ടുകൾ. EK സുന്നി വിഭാഗത്തിലും ഞാൻ വിചാരിക്കുന്ന ഒരു കാര്യം, അതിന് ഇൻറോഡ്സ് ഉണ്ടാക്കാൻ പോകുന്നത് യഥാർത്ഥത്തിൽ PV അൻവർ ആയിരിക്കും എന്നാണ്. EK സുന്നി വിഭാഗത്തിൽ വലിയ തോതിൽ പിളർപ്പ് ഉണ്ടാവുകയും അതിലൊരു ഒരു സർട്ടൈൻ ഭാഗം കൃത്യമായി PV അൻവറിലേക്ക് പോവുകയും ചെയ്താലുണ്ടല്ലോ ഷിബിലി, ഇവിടെ തീർച്ചയായിട്ടും ഷൗക്കത്ത് തോക്കും. അത് നമുക്ക് ഉറപ്പിക്കാം. ആര് ജയിക്കുമെന്നുള്ളത് നമുക്ക് ഞാനിപ്പോൾ പറയുന്നില്ല. സാധ്യതകൾ കൂടുതൽ ആർക്കാണെന്നുള്ളത് ജനം ഊഹിച്ചെടുത്തോട്ടെ. പക്ഷെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇവിടെ ഷൗക്കത്ത് തോക്കുമെന്നാൽ മാത്രമല്ല, ഷൗക്കത്ത് വേണമെങ്കിൽ ഒരു 3-ാം സ്ഥാനത്തേക്ക് പോയേക്കാം. ഒരു സംശയമില്ല. അത് ഞാൻ പറഞ്ഞ ഈ കാര്യം സംഭവിക്കാതിരിക്കാൻ തുറന്നു പറയാം, മുസ്ലിം ലീഗ് പെടാപ്പാട് പെടുന്നുണ്ട്. പക്ഷേ മുസ്ലിം ലീഗിന്റെ അണികളെ പോലെ അല്ലല്ലോ അനുഭാവികൾ എന്ന് പറയുന്നത്. അനുഭാവികളൊന്നും ഇവർക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് ഒന്ന് ഹിന്ദുക്കളുടെ ഒരു വലിയ വിഭാഗത്തിന് വോട്ട് തീർച്ചയായിട്ടും സ്വരാജിലേക്ക് കൂടുതലായി പോകും. പിന്നെ സ്വരാജിനെ മറ്റു ആളുകൾക്ക് പോലും ഇഷ്ടമാണ്. ആർക്ക്?
ജമാഅത്തെ ഇസ്ലാമിയുടെ ആളുകൾക്ക് പോലും ഇഷ്ടമാണ്. കാരണം എന്താണ്, സ്വരാജിനെ സംബന്ധിച്ചിടത്തോളം ഇത്തരം ഇഷ്ടപ്പെടാനുള്ള കാരണം എന്ന് വെച്ചാൽ ഷിബിലിക്ക് അറിയാലോ, പലസ്തീന് വേണ്ടിയിട്ടും അതുപോലെ ബാക്കിയുള്ള പ്രശ്നങ്ങളിലുമൊക്കെ തന്നെ വലിയ തോതിൽ ഈ പറയുന്ന നിലപാടെടുക്കുന്ന ഒരാൾ സ്വരാജാണ്. ഇപ്പം ഈ കാശ്മീർ പ്രശ്നത്തിൽ പോലും അദ്ദേഹം യുദ്ധം വേണ്ട എന്ന് പറഞ്ഞൊരു പോസ്റ്റ് ഇട്ടത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും. അപ്പൊ അത്തരത്തില് കൃത്യമായ ഒരു നിലപാടുകളോട് അവർക്ക് വലിയ തോതിൽ താല്പര്യമുണ്ട്. മനസ്സിലായ ധീരമായ നിലപാടെന്ന് പറഞ്ഞ് മീഡിയ വണ്ണൊക്കെ വീഡിയോ ചെയ്തിട്ടുണ്ട് സ്വരാജിനെ കുറിച്ച്. അപ്പൊ എന്നിട്ട് പിറ്റേ ദിവസം ഒരു ദിവസം രാവിലെ വന്ന് ഷൗക്കത്തിന് വോട്ട് ചെയ്തേക്കാമെന്ന് പറഞ്ഞാലൊന്നും ആ വോട്ടുകൾ പോലും കിട്ടില്ല. പിന്നെ ഇനി അടുത്തൊരു വിഷയവും കൂടി നമ്മൾ ചർച്ച ചെയ്യാതെ പോരുത്. അതെന്താണെന്നറിയോ ഷിഖാന്? അതെന്താ വെച്ചാൽ ഈ തെരഞ്ഞെടുപ്പ് കേരള ചരിത്രത്തിലെ ഒരു നാഴികക്കല്ലായിട്ടുള്ള തെരഞ്ഞെടുപ്പാണ്. എന്താണെന്നറിയോ? എന്താണ്? ഈ തെരഞ്ഞെടുപ്പിലാണ് ഭരണപക്ഷം പറയുന്നത് നിങ്ങൾ ഇവിടുത്തെ വികസനത്തെ കുറിച്ച് സംസാരിക്കുന്നവരാണ്. അതെ. ഈ തെരഞ്ഞെടുപ്പിലാണ് നിങ്ങൾ ജനങ്ങളുടെ പ്രശ്നങ്ങളെ കുറിച്ച് സംസാരിക്കുന്നത് ഭരണപക്ഷം പറയാം. ഇപ്പൊ സാധാരണ പ്രതിപക്ഷമാണ് അങ്ങനെ പറയാറുള്ളത്. പ്രതിപക്ഷത്തിന്റെ അവിടെ ഇത് വലിയ പ്രതിപക്ഷം പറയുന്നത് പ്ലീസ് ഞങ്ങൾ മലപ്പുറം പരാമർശത്തെ കുറിച്ച് സംസാരിക്കാം, ഞങ്ങള് മറ്റു പല വിഷയങ്ങളെ കുറിച്ച് സംസാരിക്കാം എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നു. ഇപ്പൊ നാണിച്ച് നഖം കടിച്ചിട്ടാണ് ഏറ്റവും ഒടുവിൽ ഇപ്പൊ 7 ചോദ്യങ്ങളും അതുപോലെ തന്നെ ഇപ്പോ ഷിബിലിക്ക് അറിയാലോ മറ്റേ അറ്റാക്ക് നടക്കുന്ന വന്യമൃഗങ്ങളുടെ അറ്റാക്കുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളും അതുപോലെ മറ്റേ പെൻഷന് സംബന്ധിച്ച പ്രശ്നങ്ങളും ഒക്കെ ഏതാണ്ട് ഇപ്പൊ അവസാന നിമിഷമാണ് ചർച്ചയായിട്ട് വന്നിട്ടുള്ളത്. ഒന്ന് ആലോചിച്ച് നോക്ക്. സാധാരണ ഇതേ തന്ത്രം പറ്റുന്ന ആരെന്നറിയോ? നരേന്ദ്രമോദിയാണ്. നിങ്ങൾ എടുത്തു നോക്കുക, നരേന്ദ്രമോദി തെരഞ്ഞെടുപ്പിൽ നരേന്ദ്രമോദി പറയുന്നത് എന്താണ്? വികസനത്തെ കുറിച്ചാണ്. ആ വികസനം കോൺഗ്രസിനും പെട്ടെന്ന് എതിർക്കാൻ പറ്റില്ല. നിങ്ങളുടെ കാലത്ത് ഇത്രയും 1000 കിലോമീറ്റർ റോഡ് പണിതെങ്കിൽ ഞങ്ങളുടെ ഇവിടെ 23,000 കിലോമീറ്റർ ഹൈവേ എല്ലാ ദിവസവും പണിതുകൊണ്ടിരിക്കുകയാണ്. ഷിബിലിനെ നോക്കിക്കോ, ഏതെങ്കിലും ഒരു ആരോപണം ക്ലച്ച് പിടിച്ചോ? ഇല്ല, അതിലവർക്ക് വലിയ പാളിച്ച വെച്ചിട്ടുണ്ട്. അപ്പൊ അത്തരത്തിൽ അജണ്ട തീരുമാനിക്കാൻ പറ്റിയില്ല എന്ന് മാത്രമല്ല, ഞാൻ പറയുന്നത് പബ്ലിക് അറ്റ് ലാർജ്. നിങ്ങളൊരു തെരഞ്ഞെടുപ്പിൽ ജയിക്കണമെങ്കിൽ ഒന്ന് പബ്ലിക് അറ്റ് ലാർജ്, എല്ലാ പബ്ലിക്കിനെയും ബാധിക്കുന്ന പ്രശ്നങ്ങൾ ഏറ്റെടുക്കുക. അല്ലെങ്കിൽ നിങ്ങൾ കൃത്യമായിട്ട് ഒരു മതവിഭാഗങ്ങളെ മാത്രം, ആ കാര്യങ്ങൾ മാത്രം ഏറ്റെടുത്തുകൊണ്ട് ഇതിൽ വിജയിക്കുക. പക്ഷെ അങ്ങനെ വിജയിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇത് രണ്ടിലും UDF പരാജയപ്പെടുകയാണ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് ഈ കഴിഞ്ഞ തവണത്തെ ശരിക്കും പറയണ്ടെങ്കിൽ യൂസഫ് അത്താൻ വന്ന് ക്രീസിൽ ഇറങ്ങിയതോടുകൂടി ക്ലീൻ ബൗൾഡായി നിൽക്കുന്നത്, മിഡിൽ സ്റ്റംപ് പോയി നിൽക്കുന്നത് ഷൗക്കത്താണ്. ശരിക്കും പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ ഈ പറയുന്ന വരവിലും അതുപോലെ ആ റോഡ് ഷോയിലും ഞെരിഞ്ഞ പറഞ്ഞിട്ടുണ്ട് ഷൗക്കത്ത് UDF. ഓക്കെ, എനിക്ക് UDF നോട് എന്തെങ്കിലും വിരോധമുള്ള ഒരാളല്ല. പക്ഷെ ഇവിടെ നിൽക്കുന്ന നമ്മൾ നിലമ്പൂരിൽ നിന്നാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഷിബിലിക്ക് അറിയാം, നമ്മൾ എത്രയോ പേരോട് സംസാരിച്ചു. ഇന്നലെ തന്നെ നമ്മൾ നേരിട്ട് കണ്ടതാണ് ഇതിന്റെ. ഇനി ഇതെല്ലാം വോട്ടായി മാറുമോ എന്ന് ചോദിച്ചാൽ വോട്ടായി മാറിയില്ലെങ്കിൽ പോലും വലിയ തോതിൽ, നേരത്തെ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഈ പൊതുജനങ്ങളെ ബാധിക്കുന്ന ഒരു വിഷയവും ഇവിടെ ഉയർത്തിക്കാട്ടാൻ UDF കഴിഞ്ഞിട്ടില്ല.